പുഷ്പവല്ലി എൻ്റെ ഭാര്യ തേപ്പുകാരിയാന്ന് വിചാരം. അന്നോട്ട് അറിയാനും പാടില്ല, അവൾക്കൊട്ട് ചെയ്യുകയും വേണം. ഒന്നല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നോക്കി. ആ ഞാനിത് മൊത്തം ചെയ്യും. അങ്ങനെ ഇതാക്കണ്ട, ഞാൻ ചെയ്യില്ലെന്നൊന്നും വിചാരിക്കണ്ട. പിന്നെ അവളാണ് ഇവിടുത്തെ ജനല പിടിപ്പിക്കണം കേട്ടാ. ജനല വീണാൽ മതിയായിരുന്നു അതിനകത്ത്. കണ്ട, ഇത് ഇന്നെങ്ങാനും തേച്ച് തീരുമോ? വലിയ തേപ്പുകാരിയാണെന്നാണ് വിചാരം. ഞാൻ ഇത്ര ചെയ്തില്ലേ? തേപ്പുകാരി, തേപ്പുകാരി, തേപ്പുകാരിയേ, ഞാൻ ഇത്ര ചെയ്തു. തേച്ചൊക്കെ കണ്ട് തീരാറായിട്ടാണ്. ഇഷ്ടയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഓരായൊക്കെ വെട്ടി ഇതിപ്പോൾ പുറം തേച്ചോണ്ടിരിക്കണേ. ഇവിടെ നോക്കിയേ, ഓയ് മേശരി, ഫിനിഷിംഗ് ആയാ? കണ്ട അത്ര വൃത്തിയായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അറിയാണ്ട് നല്ല ഭംഗിയില്ലേ? പിന്നെ നമ്മളെ വീട്ടിൽ നമുക്ക് ഇങ്ങനെ മതി, നമ്മളെ പഴയ വീടല്ലേ, അപ്പൊ ഇങ്ങനെ മതി. നോക്കി വൃത്തിയായിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലല്ലേ? ആ, ഇതിപ്പോ വൃത്തിഹീനമായ പോലെ ഉണ്ട്. അത് സാരില്ല. അടിപൊളി തേപ്പാക്കിയാ. കൽപ്പണിക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഹെൽപ്പർ ഇതെടുത്തിട്ട് തേക്കുന്ന കേട്ടാ. ആ തേക്കണണ്ടാ, അത് എൻ്റെ മെഷീനാ. സ്പിറ്റ് ലെവൽ എൻ്റെ ലെവലെടുത്ത് തേക്കണേ അവള്. അങ്ങനെ ഫൈനൽ പണിയാട്ടാ. പുലിയാണ് പുലി, മേശിരി പുലിയാ, നിസാര പുലിയൊന്നുമല്ല. കണ്ടാ വീട്ടിൽ ഇത്രയും ചെയ്ത് ഇച്ചിരി സിമെന്റ് ബാക്കി ഉണ്ടായിരുന്നു. ഇച്ചിരി ഒന്നുമല്ല, ഒരു ചാക്ക് സിമെന്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ കെട്ടണമെന്ന്. ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. പൊളിഞ്ഞു പോകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ സിമെന്റ് എന്തായാലും കൂട്ടിയിട്ടിട്ടുണ്ട്, എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യത്തിനേക്കാളും വൃത്തിയില്ലേ, അത് മതി. പിന്നെ അല്ലാണ്ട് ഇതൊക്കെ എന്താ അറിഞ്ഞിട്ടാറ്റ ഒരാൾക്ക് ചെയ്തത്. പിന്നെ നമ്മളെ വീട്ടിലല്ല, നമുക്ക് എന്ത് വേണേലും കാണിക്കാം, ആരും കുറ്റം പറയില്ല. മുമ്പോ കുറ്റം പറയില്ല എന്ന് പറഞ്ഞോണ്ട് ഇവിടെയുണ്ട് ഒരു സാധനം ഭയങ്കര നന്നായിട്ട് ചെയ്താലും കുറ്റം പറയും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തോ ചിന്തപ്പാടില്ല മേശിരി, അങ്ങോട്ടും കൂടി നടക്കണുണ്ട്. എന്താണെന്നറിയില്ല. മേശിരി പോയി, ചായ വേണോ വെള്ളം വേണോ? നാരങ്ങ വെള്ളം വേണോ, സ്ക്വാഷ് വേണോ? ഇച്ചിരി മേത്തൊക്കെ ആക്കിയിട്ടുണ്ട്. കണ്ട പണിക്കാരിയാണെന്ന് പറയാൻ വേണ്ടി മേത്താക്കി വെച്ചാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ കുഴപ്പമുണ്ടാന്ന്. നോക്കിയേ, ശരിയായില്ലേ? എല്ലാം അടിപൊളിയല്ലേ? ഇത്രയൊക്കെ മതി. നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ മതി. എന്നാലും എൻ്റെ ഒരു കണക്കിന് അതുണ്ടാവും. ചെയ്യണ്ട കുഴപ്പമൊന്നുമില്ല. അത് സിങ്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ട. അത് ഗ്യാസിന്റെ ഗ്യാസിന്റെ പൈപ്പ് പോകാൻ വേണ്ടി തോളയുണ്ട് അവിടെ. എന്താ അടിപൊളിയായിട്ട് തേച്ചേക്കണേ, സൂപ്പറാണ്. ആ ഇത് മേശരിമാര് പുറകെ പോകും. വളവ് മാത്രമല്ല, അവിടെ കുണ്ടും കുഴി ഉണ്ട്. അവിടെ കുണ്ടും കുഴി ഉണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്ര ആവുന്നൊന്നും, ഇങ്ങനെ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലേട്ടാ. ഇവിടെയൊക്കെ ചെരുവുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് നോക്കുമ്പോഴേ
ഇവിടേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നിട്ടാ. ഇത് കയ്യൊക്കെ പുതിർന്നിട്ടുണ്ടാ. എനിക്ക് ചിലപ്പോൾ ഓട്ട വരും, ഓട്ട സിമെന്റ് അല്ലേ, ഇങ്ങനെ ഇതാവും ഭാഗത്തെനിക്ക്. എന്താ തൊലി പോവും സിമെന്റിനും കണ്ട. അങ്ങനെ എന്നാലും കഴിഞ്ഞിട്ടാ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും ഞാൻ വിചാരിച്ചിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിട്ട് അടിപൊളിയുണ്ട്. പിന്നല്ല നമുക്കൊക്കെ ഇത് മതി, ഈ വീടിന് ഇത് മതി. പിന്നല്ലാണ്ട് അതെന്താ പറയാ, ഇപ്പൊ പഠിക്കുന്ന പുതിയ വീട് എടുക്കുമ്പോ ഞാനാ തേക്കുക. അപ്പൊ അത് കാരണം പഴയ വീട്ടിൽ ഞാൻ തേച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കുള്ള വീട് ഞാൻ പണിക്കാരെ കൊണ്ട് തേപ്പിക്കോളൂ. ഡ്യൂപ്ലിക്കേറ്റ് പണിയാണ് ഇവിടെ കൊണ്ട് തേപ്പിക്കും കേട്ടോ. പക്ഷെ കൊള്ളല്ലേ ശരിക്കും, അടിപൊളിയുണ്ട്. പിന്നെ നമ്മളെ ഷീറ്റ് ഇട്ട് തന്നെ കൊള്ളാം. മതി.